ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ആരോപണ വിധേയർ താൻ ഉള്ളിടത്തോളം കാലം അമ്മയുടെ തലപ്പത്ത് വരില്ലെന്ന പുതിയ നിലപാടുമായി പുതിയ പോസ്റ്റുമായി ശ്വേതാ മേനോൻ താൻ ഉയർത്തിയ യഥാർത്ഥ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടാതെ പോവുകയാണ് എന്നും ശ്വേതാ മേനോൻ പറയുന്നു. അമ്മ സംഘടനയെ രാഷ്ട്രീയവും മതവും വർഗീയതയും കൊണ്ടുവന്ന് വിഭജിക്കാൻ ശ്രമിക്കരുത്, വിട്ടുവീഴ്ചയ്ക്കില്ലെന്നും പോരാട്ടത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നും ശ്വേതാ മേനോൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കുറിക്കുകയാണ്. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു. ആജ്ഞ നിശബ്ദയായിരുന്നു കുറച്ചുനാൾ ശ്വേത. കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റുമായി രംഗത്ത് വന്നു. തങ്ങൾ തലപ്പത്ത് ഇപ്പോഴുമുണ്ട് എന്നും അമ്മയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നും പറഞ്ഞു. ഇപ്പോൾ ആർക്കൊക്കെ എതിരെയാണ് ശ്വേതയുടെ പോരാട്ടം? ആരോപണ വിധേയരായ നിരവധി പേരുണ്ടല്ലോ. അവരൊക്കെയാണ് കഴിഞ്ഞ കമ്മിറ്റിയിൽ ശ്വേതയ്ക്കെതിരെ നിലപാടെടുക്കുകയും രാജിവെക്കുന്ന സാഹചര്യത്തിലേക്ക് അവരെ എത്തിക്കുകയും ചെയ്തത്. അവർക്കെതിരെ വീണ്ടും അംഗം കുറിക്കുകയാണോ ശ്വേത? രഞ്ജിത്ത്, ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് കുറ്റാരോപിതരായിട്ടുള്ള പല ആളുകളുമാണ്, അതിലെ പവർ ഗ്രൂപ്പിന്റെ ഭാഗമായുള്ള ആളുകളാണ് തനിക്കെതിരെ തിരിഞ്ഞിട്ടുള്ളത് എന്നുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കുറ്റാരോപിതരായ ആളുകൾ എന്ന് എടുത്തു പറയുന്നുണ്ട് ശ്വേതാ മേനോൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ. അതിൽ വ്യക്തമായിട്ട്, അതായത് പരസ്യ പ്രതികരണങ്ങൾ ഞാൻ മനഃപൂർവ്വം ഒഴിവാക്കിയിരുന്നു എന്ന് പറയുന്നു. പ്രത്യേകിച്ചും ഹേമ കമ്മിറ്റിയിലെ കുറ്റാരോപിതർ സംഘടനയിലെ ചിലരെ മുന്നിൽ നിർത്തി വീണ്ടും വീണ്ടും തന്നെ വ്യക്തിപരമായി അധിക്ഷേപിക്കാനും ആക്രമിക്കാനും ഉള്ള നീക്കം തുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. യഥാർത്ഥ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നതിനാലാണോ ഈ ഒരിക്കൽ കൂടി ചില കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് എന്നുള്ള കുറിപ്പോട് കൂടിയാണ് ശ്വേതാ മേനോൻ ഈ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. എന്തായാലും എൻ്റെ മറുഭാഗം ആര് എന്ന് ശ്വേത വ്യക്തമാക്കുന്നുണ്ട്. എല്ലാ കാലവും ഇരകളെ ചേർത്ത് പിടിച്ചിട്ടേ ഉള്ളൂ എന്ന് ശ്വേതാ മേനോൻ പറയുന്നുണ്ട്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ശേഷം നമുക്കറിയാം, അടിയന്തരമായി അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി, മോഹൻലാൽ അധ്യക്ഷനായിട്ടുള്ള കമ്മിറ്റി അടിയന്തരമായി പിരിച്ചുവിടുന്ന സാഹചര്യവും അത് പിന്നീട് അഡ്ഹോക് കമ്മിറ്റിയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ സമയത്ത് അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സിദ്ദിഖ് കുറ്റാരോപിതനായിരുന്നു, അതുപോലെ ബാബുരാജ് കുറ്റാരോപിതനായിരുന്നു. ഇത്തരത്തിൽ അമ്മയുടെ തലപ്പത്തുണ്ടായിരുന്ന ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തു വരുന്ന സാഹചര്യത്തിൽ ഈ അമ്മയുടെ തലപ്പത്തിരുന്ന സാഹചര്യത്തിലേക്ക് വന്ന ഇതിലാണ്, അടിയന്തര ഘട്ടത്തിലാണ് അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി വളരെ പെട്ടെന്ന് മോഹൻലാൽ പിരിച്ചുവിടാൻ നിർദ്ദേശം നൽകുന്നതും ആ നിർദ്ദേശം അനുസരിച്ച് പിന്നീട് അഡ്ഹോക് കമ്മിറ്റി തുടരുന്ന ഒരു സാഹചര്യം കൂടി വന്നത്. പിന്നീടുള്ള തെരഞ്ഞെടുപ്പിലാണ് ഇത്തരത്തിൽ സ്ത്രീകളുടെ ഒരു പാനൽ നയിക്കട്ടെ എന്നുള്ള ഒരു തീരുമാനത്തിലെത്തുന്നതും മത്സരിച്ച സ്ത്രീകളെയെല്ലാം തെരഞ്ഞെടുപ്പിലൂടെ ജയിപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടി വന്നത്. പക്ഷേ അവർ ആദ്യ ദിവസം നമുക്കറിയാം, ശ്വേതാ മേനോൻ അധ്യക്ഷയായി പ്രതികരിച്ച ശേഷം ഉള്ള വെരി ഫസ്റ്റ് ഡേ അവർ പറഞ്ഞത് അതിജീവതയെ അവര് തിരിച്ചു കൊണ്ടുവരാനുള്ള അതിജീവതയും അതുമായി ബന്ധപ്പെട്ടും നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടും അമ്മയിൽ നിന്നും പോയിട്ടുള്ള ആളുകളെയൊക്കെ അമ്മയുടെ ഭാഗമാക്കാനുള്ള ശ്രമം നടത്തും, അത് എല്ലാവരെയും തിരിച്ചു കൊണ്ടുവരുമെന്ന് അവർ പരസ്യമായി പ്രതികരിച്ചതാണ്. പക്ഷെ പിന്നീടുള്ള ദിവസങ്ങളിൽ അവര് നിശബ്ദയായി കാണുന്ന ഒരു സാഹചര്യം കൂടിയാണ് നമ്മൾ കണ്ടത്. തീർച്ചയായും അതാണ്. ഏതായാലും ശ്വേതാ മേനോൻ വീണ്ടും സജീവമായി രംഗത്ത് വരികയാണ്. ഇത്തവണ ഇനിയുള്ള പോരാട്ടം ആരോപണ വിധേയർക്കെതിരെയാണ്, തനിക്കെതിരെ ജനറൽ ബോഡിയിൽ നിലപാടെടുത്തവർക്കെതിരെയാണ്. കാത്തിരുന്ന് കാണാം അമ്മയിൽ ഇനി സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.